ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല. രാവിലെ എണീറ്റ് ഇങ്ങനെ ഇരുന്ന സമയത്ത് താഴെ നമ്മുടെ ഒരു ഓട്ടോ പോകുന്ന റോഡിൽ കൂടെ നല്ല സൗണ്ട്. താഴെ നമ്മുടെ പൂജാമുറിയിൽ നല്ല വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് അല്ല, പൊടിയെല്ലാം കൂടെ കയറി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് മഴയൊക്കെ പെയ്തപ്പോഴത്തേനും അവിടെ പൊടിയെല്ലാം കൂടെ കയറി ഒരു വല്ലാത്ത കണ്ടീഷനിൽ നിൽക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ പ്രധാന ജോലി എന്ന് പറയുന്നത് ആ പൂജാമുറി ഒന്ന് വൃത്തിയാക്കണം. ഞാൻ കുളിച്ചിട്ടില്ല. സാധാരണ ഞാൻ കുളിക്കാതെ പൂജാമുറി കയറത്തില്ല. പക്ഷെ ഇന്നിപ്പോൾ കുളിച്ചിട്ട് കയറിയാൽ അതിൽ കൂടുതൽ അഴുക്കാവും. ഞാൻ പൂജാമുറി ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ബെല്ലക്കുട്ടൻ കണ്ട, ബെല്ലക്കുട്ടനും എൻ്റെ കൂടെ രാവിലെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പൂജാമുറിയുടെ കണ്ടീഷൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പൂജാമുറി. അപ്പോൾ ഇവിടെ മിക്കവാറും ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പക്ഷെ ഇത് കണ്ടില്ലേ, നിറച്ച് പൊടി പിടിച്ച്. കഴിഞ്ഞ ദിവസം നല്ലൊരു കാറ്റടിച്ചു കേട്ടോ, മഴയ്ക്ക് മുമ്പായിട്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഈ ഇലച്ചിലും കാര്യങ്ങളൊക്കെ, മരത്തെ നിന്നുള്ള ഇലയും കാര്യങ്ങളൊക്കെ കൂടെ വീണിട്ട് മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുക. കണ്ട, ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കുറേ വലയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കുറേയൊക്കെ അടിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ തറ മാത്രമേ ഉള്ളൂ വൃത്തിയാക്കാനായിട്ട്. കണ്ടില്ലേ, ഇതെല്ലാം ഇനി നല്ല നീറ്റായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അയ്യോ, നല്ല ജോലിയാ. എന്തായാലും ഒരു മണിക്കൂറത്തെ വർക്കുണ്ട്, നോക്കട്ടെ. എൻ്റെ അമ്മോ, ആദ്യം നമുക്ക് ഈ ഡോറ് തുറന്നിട്ട് വേണം അടുത്ത പരിപാടികൾ തുടങ്ങാൻ. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി കംപ്ലീറ്റ് സാധനങ്ങളും അങ്ങോട്ടങ്ങ് തൂത്തിറക്കാം. കണ്ട, ഞാൻ ആ രീതിയിലാണ്. ഇവിടെ ഈ ഷെയ്ഡ് വെച്ചിട്ടില്ല. അല്ല, ഷെയ്ഡല്ല, താഴെ ഈ ഒരു കട്ടളപ്പടി പോലെ വെക്കുമല്ലോ, നമ്മുടെ അവിടെ വെച്ചിരിക്കുന്ന പോലെ, അത് വെച്ചിട്ടില്ല. അതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഇതിങ്ങനെ തൂത്തിറക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പൊടിയെന്നും പറഞ്ഞ പോലെ നല്ല പൊടിയാണ്. ആഹാ, ബെല്ലക്കുട്ടനെ നിപ്പ് കണ്ടില്ലേ ആ പൊടിക്കകത്ത്. അവൻ അളിച്ചു കുളിക്കാൻ കിട്ടുന്ന ഒരവസരം അവൻ കളയത്തില്ല. മരടാ. ഇനിയിപ്പോൾ ഒരു ചെറിയ പ്രശ്നം നിറഞ്ഞതാണ്ട് ഇവിടെ ഒരു മേശ ഇട്ടിരിക്കുന്നുണ്ടല്ലേ ഗൈസ്. ഈ മേശയുടെ അടിവശം കണ്ട, അയ്യോ, ഇത് ഇളകിപ്പോയി. കണ്ട, പ്രൈസ് ബോർഡ് ഉൾപ്പെടെ ഇളകിപ്പോയി. ഇനിയിപ്പോൾ ഈ മേശ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മേശ എടുത്ത് കളയേ നിവൃത്തിയുള്ളൂ. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടെന്തോ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, കുറച്ച് നാളുകൂടെ അത് ഇരിക്കുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ദാണ്ട് ഇത് കണ്ടില്ലേ, ഈ ഏരിയ ഒക്കെ കണ്ട നിറച്ച് പൊടി അടിച്ചിരിക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കണം. എൻ്റെ അമ്മോ, നല്ല ജോലിയാ. അപ്പോ ഇതെല്ലാം വലയടിച്ച് പൊടിയും കയറി. ഇതെല്ലാം തൊണ്ടും പ്ലാമറും എല്ലാം കൂടെ. അയ്യോ,
ഏകദേശം നമ്മൾ ചൂലിട്ട് ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനിയിപ്പം വേണ്ടുന്നത് വാക്വം ക്ലീനർ ഇട്ട് ചെറിയൊരു പിടിയും കൂടെ പിടിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ പൊടികളൊന്നും വാക്വം ക്ലീനർ ഇല്ലാതെ പോകത്തില്ല. കാരണം ഈ അലമാരിക്ക് ഇടയ്ക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്താണ്ട് ഇവിടെ ഈ ചെറിയൊരു അലമാരി ഇരിപ്പുണ്ട്. ഇത് ചെറിയ അലമാരിയാ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കണ്ടില്ലേ ഒരുപാട് പൊടി കയറിയിരിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് വാക്വം ക്ലീനർ ഇട്ട് നന്നായിട്ട് പിടിച്ചെങ്കിലേ അതൊക്കെ പോകത്തുള്ളൂ. അയ്യോ, ഇനിയിപ്പോൾ വാക്വം ക്ലീനർ പോയി എടുത്തുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ വാക്വം ക്ലീനർ. ഇത് പിന്നെ യൂറോക്ലീൻ്റെ ഒരു വാക്വം ക്ലീനറാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രയോഗങ്ങളൊക്കെ യവനെ കൊണ്ടാ. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ സാധനം.
സംഭവം എന്ന് പറഞ്ഞാൽ ഇത് യൂറോക്ലിന്റെ ഒരു വാക്വം ക്ലീനറാണ്. സത്യത്തില് ഇത് പ്രൊമോഷൻ ഒന്നുമല്ല, എല്ലാ വീട്ടിലേക്കും ആവശ്യമുള്ള ഒരു സാധനമാണ്. ഇത് ശരിക്കും നാരോ വളരെ നാരോ ആയിട്ടുള്ള പൊടികൾ വരെയും നമുക്ക് സക്ക് ചെയ്തെടുക്കും എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. ഇപ്പൊ ഏത് കമ്പനിയുടെ ആയാലും ഒരു വാക്വം ക്ലീനർ വീട്ടിലുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഈ ഡസ്റ്റ് അലർജി ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ഈ വാക്വം ക്ലീനർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഞാൻ ശരിക്കും ചൂലുകൊണ്ട് തൂത്തതിനേക്കാളിലും കണ്ടില്ലേ തറയൊക്കെ കണ്ടില്ലേ എന്തുമാത്രം നല്ല നീറ്റായെന്നറിയാമോ? കണ്ട ഇതിന് പല ബ്രഷുകള്, അതുപോലെ തന്നെ ഈ ഇത് എടുത്തിട്ട് ഇതിന്റെ വേസ്റ്റ് കളയാനുള്ള സൗകര്യം, അതേപോലെ പിന്നെ വെള്ളം സക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇവിടെ ക്ലീൻ ചെയ്യാൻ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേണമെങ്കിൽ സക്ക് ചെയ്ത് ഈ വെള്ളം മൊത്തം എടുത്ത് കളയാനുള്ള സൗകര്യം, ഇങ്ങനെ പല വെറൈറ്റി സൗകര്യങ്ങളാണ്. എന്തായാലും കിടുക്കാച്ചിയായി. സംഭവം സൂപ്പറാണ് കേട്ടോ. എല്ലാ വീട്ടിലേക്കും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഈ വാക്വം ക്ലീനർ എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോ ഇങ്ങനെ ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ്. പിന്നെ ഇത് കണ്ടില്ലേ ഈ സൈഡ് കോർണറുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാന്. അതേപോലെ ഇത് കണ്ടില്ലേ, ഇത് കുറച്ചുകൂടെ നാരോ ആയിട്ടുള്ള, കണ്ടില്ലേ കുറച്ചുകൂടെ ഈ ഈ സൈഡ് വേർഷൻസ് ഒക്കെ പെട്ടെന്ന് സക്ക് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ. ഇങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് ബ്രഷുകൾ തന്നെ ഇതിനകത്ത് ഒരുപാടുണ്ട്. ഇനിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതെന്തായാലും ആ കമ്പനിയുടെ സംഗതികൾ ചോദിച്ച് നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോ എൻലെസ് ജേണി ബൈ ദീപിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, ബൈ.